എന്താ നമ്മളത് കഴിച്ചോക്ക്. ഇതാണ് സംഭവം. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ചെറിയ ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് വരെ ഉണ്ടാക്കാം. ആ മോഡലില് സാധനമാണ്. ടേസ്റ്റുണ്ടോ? അപ്പൊ ഈ ഒരു എപ്പിസോഡ് ml പാല്, നെയ്യ് 1 ടേബിൾ സ്പൂണ്, ഇങ്ങനത്തെ ഒരു പാത്രം, ഒരു അര പാക്കറ്റ് ബ്രെഡ്, 250 മില്ലിൻ്റെ ഒരു ഗ്ലാസ് പഞ്ചസാര, പിന്നെ ചെറിയ വറുത്ത സേമിയ 6 ടേബിൾ സ്പൂണ്, അതായത് 3 ഗ്ലാസ് പാലാണ്. അപ്പോൾ അതിലേക്ക് 1 ഗ്ലാസ്സിന് 2 എന്നുള്ളതിലേക്ക് 6 ടേബിൾ സ്പൂണ് സേമിയാണ്. ഇത് വളരെ കനം കുറഞ്ഞ സേമിയാണ്. അപ്പോൾ ബ്രെഡ് ഞാൻ ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് മിക്സിയിൽ ഒന്നിങ്ങോട്ട് പൊടിച്ചെടുക്കുക. 2 ട്രിപ്പായിട്ടാണ് ഞാൻ മിക്സിയിലിട്ട് പൊടിക്കുന്നത്. ഇതിപ്പോൾ 1 ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമ്മളെ കട്ട്ലറ്റൊക്കെ പൊടിക്കുന്നില്ല, അതേ ടൈപ്പിനോട് പൊടിച്ചെടുക്കുക. ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചൂടാക്കുകയാണ്. ആ സേമിയ ഒന്ന് വറുക്കണം. വറുത്ത സേമിയനാണ്, പക്ഷെ എന്നാൽ ഒന്നുകൂടി വറുത്താൽ അതിൻ്റെ ഒരു പച്ചപ്പ് മണമൊക്കെ പോയി കിട്ടും. അപ്പോൾ അതൊന്ന് കളർ ചേഞ്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ എൻ്റെ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാൻ വെച്ചിട്ടുണ്ട്. 2 ഏലക്കായ അതിലേക്ക് ഇടുക. ഇനി പൊടിയിട്ടാലും മതി, ഏലക്കായൻ്റെ പൊടിയിട്ടാലും മതി. ഈ ചൂട് പാൽ ഇതിലേക്ക് കണ്ട് വയ്ക്കുക. അങ്ങനെ കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ സേമിയ ഒന്ന് വെന്ത് വരണം. ആ സമയത്ത് നമ്മൾ 1 കപ്പ് പഞ്ചസാര 250 മില്ലി, അത്യാവശ്യം നല്ല മധുരം വേണം ഇതിന്. ഒരു നുള്ളു ഉപ്പ് ഇടുക. ആ മധുരം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതേപോലെ തിളച്ച് വന്നിട്ട് അതുകൊണ്ട് ഓഫ് ചെയ്യുക. ഒരു ചെറിയൊരു കുറുന്നനായി വരും. ഇതാണ് നമ്മളുടെ പാത്രം. ഇതിലേക്ക് ആ ചൂടോടെ തന്നെ ഞാനൊരു 2 ഗ്ലാസ് ഇതിൽ പാർന്നിട്ടുണ്ട് ആദ്യം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബ്രെഡ് പൊടിച്ചത് ഏകദേശം 1 സെൻറ്റിമീറ്റർ ഹൈറ്റ് വെച്ചിട്ടുള്ള ആ ലെവലിൽ അങ്ങോട്ട് കംപ്ലീറ്റ് ആദ്യം ഇങ്ങനെ സൈഡിൽ കൂടി അങ്ങനെ ഇതുപോലെ ഇടുക. ആ പാലൊക്കെ അത് അബ്സോർബ് ചെയ്യും. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ ടോപ്പൊന്നിങ്ങനെ ലെവലാക്കുക. ഇതേപോലെ ഇതിലും നൈസായിട്ടുള്ളൊരു സേമിയ ഉണ്ട്, അതായാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്തിപ്പോൾ ആ സേമിയ തീർന്നുകൊണ്ട് ഞാൻ ഈ ഒരു സേമിയ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേപോലെ ഒന്നിങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. ഇതുപോലെ ടേബിൾ സ്പൂണുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ആ ബാക്കിയുള്ളത് ഇതുപോലെ ഒഴിക്കുക. അപ്പോൾ സേമിയ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്. എല്ലാ ഭാഗവും തട്ടുന്ന മോഡൽ മതി. ചൂടോടെ തന്നെ ഒഴിക്കണം, തണുപ്പിച്ചിട്ട് ഒഴിക്കരുത്. ഈ ടേബിൾ സ്പൂൺ കൊണ്ട് ഈ സേമിയൊക്കെ ഒന്നിങ്ങനെ അങ്ങോട്ട് പരത്തി എല്ലാ ഭാഗത്തേക്ക് ആക്കിയിടുക. ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ആ ബ്രെഡിൻ്റെ പൊടി ഇങ്ങനെ ഇട്ട് ഇതുപോലെ ടേബിൾ സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ ലെവലാക്കി കൊടുക്കണം, ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. ഇങ്ങനെ ലെവലാക്കി കൊടുക്കുക. ഇത് തണുപ്പിക്കാൻ വെക്കണം. ഇത് ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് ഒരു 3 മണിക്കൂർ തണുത്താൽ ഇത് കംപ്ലീറ്റ് സെറ്റായി വരും. അപ്പോഴാണ് ഇതിന് കഴിക്കാൻ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക. അല്ലെങ്കിൽ തണുപ്പിച്ചില്ലെങ്കിൽ ഇതൊരു ലെവൽ കിട്ടില്ല. ഫ്രീസറിൽ വെക്കണ്ട, താഴെ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ്. ഇനി ഇതിനെങ്ങനെ പീസാക്കി മുറിക്കുക. ഇതിനെ 2 തരത്തിൽ നമുക്ക് കഴിക്കുക. ഒന്ന് ഇതേപോലെ വേറൊന്നും കൂട്ടാതെ ഫ്രീ ആയിട്ട് ഇതേപോലെ ആയിട്ട് കഴിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് പീസാക്കി എടുത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. ഇതേപോലെ അധികം ഹാർഡൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ അങ്ങനെ പൊളിച്ചിട്ട് സേമിയയും ബ്രെഡും നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കിതിനെ
പിന്നെ ചോക്ലേറ്റ് മിക്സ് കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഇതേപോലെ മുറിച്ച് കഴിഞ്ഞിട്ട് വെക്കുകയായിരിക്കും നന്നാകുക. അല്ലാതെ തന്നെ ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഒഴിക്കണം എന്നില്ല. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. ബാക്കി വരുന്നത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ താഴെ വെക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴെ വെച്ചാൽ മതി. ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചെറിയൊരു കപ്പ് പാല് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഇതേപോലെ ആ ഒരു ചോക്ലേറ്റ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കുറച്ച് ചോക്ലേറ്റ് അതിലേക്ക് ഇട്ടിട്ട് അതൊന്നും ഇങ്ങോട്ട് ഉരുക്കുകയാണ് കംപ്ലീറ്റ്. സ്വല്പം പഞ്ചസാര ഇട്ടിട്ട് ഇതേപോലെ നല്ലോണം ഒന്നിട്ട് കുറച്ച് വറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാൽ, അല്ലാണ്ട് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിക്കണം എന്നില്ല. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ വെക്കുക. ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ട് ചോക്ലേറ്റ് മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ചോക്ലേറ്റ് മിക്സ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതും വേറെ ടേസ്റ്റാണ്, മറ്റേത് വേറെ ടേസ്റ്റാണ്. ചിലർക്ക് പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് പറ്റണമെന്നില്ല. അത് ഞാൻ ഇതേപോലെ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് ചൂടാറി കഴിഞ്ഞ ശേഷം ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കുക. ഇതേപോലെ ഈ കുപ്പിക്ക് തന്നെ കുറച്ച് ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇതേപോലെ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്കത് അത്ര വലിയ താല്പര്യമില്ല, കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതേപോലെ ഓരോ പീസ് എടുത്ത് ഇങ്ങനെ മുറിച്ച് കഴിക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.